നമസ്കാരം. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തെക്കുറിച്ച് വിവിധങ്ങളായ ആശങ്കകൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് പ്ലസ് ടുവിന് മാർക്ക് അല്പം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ട്, പക്ഷേ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഓറിയന്റേഷൻ ശരിയാകുമോ, എനിക്കത് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിയാണെങ്കിലും ശരി, പ്ലസ് ടുവിന് ജസ്റ്റ് 50% മാത്രം കിട്ടിയ വിദ്യാർത്ഥിയാണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് പഠനത്തിന് ഒരു നല്ല സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നന്നായി പഠിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല സ്റ്റാർട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതി കഴിഞ്ഞ് കോളേജ് അഡ്മിഷൻ കിട്ടുന്ന സമയം വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ടൈം ഗ്യാപ്പ്, ആ സമയത്ത് പഠിച്ചെടുക്കാവുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഒരു കാര്യം പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ IT സ്കിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ടൊക്കെ ജോലി കിട്ടുന്നതിന് വേണ്ടി മാത്തമാറ്റിക്സ് എത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് കമ്പനികൾ IT സ്കിൽസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച് ഏത് തന്നെ ആകട്ടെ, അത് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഏത് തന്നെ ബ്രാഞ്ച് ആയാലും ശരി, IT സ്കിൽസ് പരമപ്രധാനമാണ് കമ്പനികൾക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഏതായാലും ശരി, എത്രയധികം മാർക്ക് വാങ്ങും എന്നതിനോടൊപ്പം തന്നെ ഈക്വലി പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ IT സ്കില്ലുകൾ അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. IT സ്കിൽസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിന് ചില വിദ്യാർത്ഥികളെങ്കിലും ബയോമാത്സ് പഠിച്ചവരാണ്, ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുമുണ്ടാകാം. ഈ 2 ഗ്രൂപ്പിൽപ്പെടുന്ന വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് അഡ്മിഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പഠിക്കേണ്ട ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് ബേസിക്സ് ഓഫ് പൈത്തൺ. ആദ്യം പറഞ്ഞതുപോലെ പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ് സ്കിൽസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ജോബ് ഓറിയന്റഡ് സ്റ്റഡീസ് വരുന്ന കാര്യത്തിൽ. ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കണം. അത് എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുമെങ്കിൽ പോലും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇനിയുള്ള 2 മാസം സമയം കൊണ്ട് ഈ സ്കില്ല് പ്രത്യേകമായി പഠിച്ചെടുക്കുക. അതിന് നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ പോസിബിൾ ആണ്, ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാം. ഓൺലൈൻ കോഴ്സുകളാണെങ്കിൽ കോഴ്സെറ, NPTEL, edX തുടങ്ങി വിവിധങ്ങളായ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ പ്രോഗ്രാമിംഗിൽ ചെയ്യുക, പൈത്തൺ പ്രോഗ്രാമിംഗിൽ ചെയ്യുക, വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വരുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് അറിയാമായിരിക്കും. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് എനിക്ക് അറിഞ്ഞുകൂടാ, കമ്പ്യൂട്ടർ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന വലിയ ആശങ്ക മാറിക്കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇക്കാര്യം ഉറപ്പായും ചെയ്യണം എല്ലാവരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് തന്നെയാണ്. മാത്തമാറ്റിക്സ് നന്നായിട്ട് ഇഷ്ടമുള്ള നല്ല മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളും കാണും. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും മാത്തമാറ്റിക്സിന് അല്പം വീക്ക് ആണ് എന്നൊരു ഫീൽ ഉണ്ടാകും, കുറച്ച് മാർക്കേ കിട്ടിയിട്ടുണ്ടാകുകയുള്ളൂ. ഈ 2 വിഭാഗം വിദ്യാർത്ഥികളും ചെയ്യേണ്ട ഒരു കാര്യം പറയാം. മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന എഞ്ചിനീയറിംഗിന് വരുന്ന മാത്തമാറ്റിക്സും പ്ലസ് ടുവിന്റെ മാത്തമാറ്റിക്സും തമ്മിൽ ഒരു ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് നിർബന്ധമായും ചെയ്യുക. ഇതും നിങ്ങൾക്ക് പരിചയമുള്ള നല്ല മാത്തമാറ്റിക്സ് അധ്യാപകരിൽ നിന്നും പഠിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ടും പോസിബിൾ ആണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ട, നിങ്ങളുടെ ബ്രാഞ്ച് അനുസരിച്ചിട്ട് പഠിക്കേണ്ട മാത്തമാറ്റിക്സിന്റെ സിലബസ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അത് റെഫർ ചെയ്തിട്ട് പ്ലസ് ടുവിന്റെ നിങ്ങളുടെ ഒരു പെർഫോമൻസും റെഫർ ചെയ്തിട്ട് വേണ്ട ബ്രിഡ്ജ് കോഴ്സ് ചെയ്യുക ഈ അവധിക്കാലത്ത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു പൈത്തൺ, 2 മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് കോഴ്സ്. മൂന്നാമത് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങളിൽ ചിലരെങ്കിലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാകാം. CBSE, ICSE, IB തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും നമ്മുടെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രത്യേകമായി ഗ്രാമറൊക്കെ അനുസരിച്ചുള്ള സ്പെസിഫിക് ഇംഗ്ലീഷ് ഒന്നും പഠിക്കേണ്ടതല്ല, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ട ഒരു ബേസിക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് ജോലി കിട്ടുന്നത് നമുക്ക് ലോക്കൽ ജോലികളല്ല, നാഷണൽ ജോലികളുമല്ല, പലപ്പോഴും ഇന്റർനാഷണൽ ക്ലയൻസുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് ഇംഗ്ലീഷ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് വേണ്ടിവരും. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 4 വർഷം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. എങ്കിൽ പോലും ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്, നല്ല ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 ബേസിക്സ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്, ഫൗണ്ടേഷൻസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്. 2 മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് കോഴ്സ്. 3 സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്. ഈ അവധിക്കാലത്ത് ഈ 3 കാര്യങ്ങൾ പഠിച്ചിട്ട് ധൈര്യമായിട്ട് എഞ്ചിനീയറിംഗിന് ചേരാം. നമ്മളുടെ സ്പ്രിന്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ, 100 മീറ്റർ ഡാഷിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു നല്ല സ്റ്റാർട്ടിംഗ് ബ്ലോക്കോട് കൂടിയാണ് നിങ്ങൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പെർഫോമൻസിനെ ഒക്കെ മറക്കാം. നന്നായി പെർഫോം ചെയ്യാം എഞ്ചിനീയറിംഗിന്. നന്നായി പഠിക്കുന്നതിനും നല്ല ജോലി കിട്ടുന്നതിനും സാധിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. ക്ലാസ്സുകൾ തുടങ്ങിക്കഴിയുമ്പോൾ നന്നായി പഠിക്കുന്നതിനും നല്ല ജോലി കിട്ടുന്നതിനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.